നമുക്ക് എക്സസൈസ് 11.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദ കാർ പാർക്കിംഗ് ചാർജസ് നിയർ എ റെയിൽവേ സ്റ്റേഷൻ അപ് ടു 4 hours. എത്ര റുപ്പീസാണ്? 60. 8 hours-ന് 100 rupees, 12 hours-ന് 140 rupees, 24 hours 180 rupees. Check if the parking charges are in direct proportion to the parking time. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ചാർജും പാർക്കിംഗ് ടൈമും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ അതൊന്നും കണ്ടിട്ട് വന്നിട്ട് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കണം. റേഷ്യോസ് എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന്. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്തായിരിക്കും? x1/y1 ഈസ് ഈക്വൽ ടു x2/y2 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ പറഞ്ഞു പാർക്കിംഗ് ചാർജസ് ആൻഡ് പാർക്കിംഗ് ടൈം അല്ലെ, പാർക്കിംഗ് ചാർജസ് ആണ് എക്സ് ആയിട്ടും അതുപോലെ പാർക്കിംഗ് ടൈം വൈ ആയിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 എന്ന് പറഞ്ഞത് x1, 100 x2, 140 എന്ന് പറയുമ്പോൾ x3, 180 x4 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 4 hours y1, 8 hours y2, 12 hours y3, 24 hours y4. ഇനി നമുക്ക് x1/y1 കണ്ടുപിടിക്കാം. x1/y1 റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? എല്ലാത്തിൻ്റെ റേഷ്യോ സെയിം ആണെന്ന് നോക്കണം. എന്നാൽ സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ x1/y1 എന്ന് പറയുമ്പോൾ x1 എത്ര ഇവിടെ? 60. അപ്പോൾ 60 y1 എന്ന് പറയുമ്പോൾ 4 hours അല്ലേ? അപ്പോൾ /4. ഇനി ഇത് രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 2s are 4. ഇവിടെ എത്ര വരും? 3 2s are 6, 0. ഇനി 30/2 ഇതിനെ 2 വെച്ച് വീണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? 30ൽ 1 2s are 2, ബാലൻസ് 1 ഉണ്ട്, 5 2s are 10. അപ്പോൾ എത്ര ആൻസർ വരും? 15. അപ്പോൾ x1/y1 എത്രയായിട്ട് ആൻസർ? 15. ഇനി നമുക്ക് x2/y2 കണ്ടുപിടിക്കാം. x2 എത്രയായിരുന്നു? ഇവിടെ 100. അപ്പോൾ 100/y2 8 hours. അപ്പോൾ 8നെയും 100നെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 2s are 8 വരും, ഇവിടെ 50, 52s are 100. ഇനി ഇതിന് വീണ്ടും 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 2s are 4, ഇവിടെ 25. അപ്പോൾ 25/2 എന്ന് കിട്ടി. അതിപ്പോൾ നമുക്ക് മനസ്സിലായി x1/y1 എന്നുള്ളത് 15ഉം നെക്സ്റ്റ് x2/y2 എന്നുള്ളതിൻ്റെ ആൻസർ എത്ര കിട്ടി? 25/2. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു റേഷ്യോ ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെ നമുക്ക് x3/y3 കണ്ടുപിടിക്കാം. x3 എന്ന് പറയുന്നത് 140/y3 എത്രയാണ്? 12 hours. 12 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 6 കിട്ടും, 6 2s are 12, ഇവിടെ 7 0 70. ഇനി 70/6 നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 2s are 6, ഇതിൽ 35. അപ്പോൾ 35/3 കിട്ടി. വീണ്ടും റേഷ്യോ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇവിടെ 35/3 ആണ്. എന്നാൽ നമുക്ക് അടുത്ത കൂടി കണ്ടുപിടിക്കാം. x4/y4 180/y4 എത്രയാണ്? 24. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആദ്യം 2 വെച്ചിട്ട് 12 9 0 90 വരും. ഇനി 12നെ നമുക്ക് വീണ്ടും 2 വെച്ച് ചെയ്യാം. 6 2s are 12, ഇവിടെ എത്ര കിട്ടും? 45. അപ്പോൾ 45/6 കിട്ടി. ഇനി 45/6 നമുക്ക് വേറെ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം? 3 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടും 3ൻ്റെ ടേബിൾ വരുന്നതാണ്. അപ്പോൾ 3ൽ 2 3s are
6. ഇനി ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 3s are 3, ബാലൻസ് 1, അപ്പോൾ 15 ആയി 5. 15/2. അപ്പോൾ ഇവിടെ 15 കിട്ടി. രണ്ടാമത്തിൻ്റെ റേഷ്യോ 25/2 കിട്ടി. തേർഡ് 35/3. ഫോർത്ത് 15/2. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഷ്യോ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഇതെല്ലാം ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ? അല്ല. പാർക്കിംഗ് ചാർജസ് ആർ നോട്ട് ഇൻ ദ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. Therefore, parking charges are not in direct proportion to the parking time. Okay, problem മനസ്സിലായില്ലേ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.